കുറച്ച് പേരെങ്കിലും ന്യൂസ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താണ് കറന്റ് സിറ്റുവേഷൻ, നിങ്ങൾ എവിടെയാണ്, ഹോസ്പിറ്റൽ വേറെ ചേഞ്ച് ചെയ്തോ, അതേപോലെ ഇപ്പം എന്താണ് കുഞ്ഞിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒരുപാട് പേര് നമ്മൾക്ക് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പ്ലാസ്റ്റിക് സർജറി ഇന്നലെ തന്നെ കുട്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ലേറ്റ് ആയിട്ട് ചെയ്തതാണ്. ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം 1 hour കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ഇവരായിട്ട് എഴുതി തന്നു. പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഡിസ്ചാർജ് തന്നു. നമുക്ക് ആ ഒരു സർജറിയുടെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ആണ് അറിയാൻ പറ്റുള്ളൂ. അതിന്റെ താഴെയായിട്ട് കട്ടായേക്കുന്നത്. അപ്പോൾ അവരെ നീഡിൽ ഉള്ളിൽ കയറ്റിട്ട് എല്ലാ സൈഡും സർജറി ചെയ്തേക്ക്, പ്ലാസ്റ്റിക് സർജറി ചെയ്തേക്ക്. അപ്പോൾ ഇത് എടുക്കാൻ, ഇത് അറിയാൻ വേണ്ടിയിട്ട്, ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ പറയുന്നത് 2 days ആണ്. അത് കഴിഞ്ഞാലാണ് ഇത് ഫുൾ ആയിട്ട് ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഇത് ബ്ലഡ് ഫ്ലോ ഉണ്ടോ, ഇത് തിരിച്ച് അറ്റാച്ച് ആവോ ഇല്ലെന്ന് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ എന്ന് ഇവർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഡിസ്ചാർജ് ആവാണ്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ഈ ഹോസ്പിറ്റലിൽ നിന്ന് അറിയണം എന്താണ് ഇവരുടെ റിസൾട്ട്, ഇവരെന്താ പറയാൻ പോകണം, എല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറണോ, നല്ല ഹോസ്പിറ്റലിലേക്ക് മാറണോ എന്താണ് ഞങ്ങൾ തീരുമാനിക്കാൻ പോണത്. ഞങ്ങൾ ആക്ച്വലി ഇന്നലെയാണ് ഞങ്ങൾ ശരിക്കുള്ള ഡിസ്ചാർജ്, കുട്ടിക്ക് ഡിസ്ചാർജ് ഇന്നലെ പറഞ്ഞതാണ്. പക്ഷേ ഇവരിങ്ങനെ തെറ്റ് പറ്റി, ഇവരുടെ സൈഡിൽ നിന്ന് തെറ്റ് പറ്റിയ കാരണമാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ നിന്നത്. അതല്ലാണ്ട് ഇവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 2 days ഞങ്ങൾക്ക് റിസൾട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും റിപ്പോർട്ട് കഴിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് 2 days കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് പിന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞു ഇത് വേറെ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്ത് നോക്കിക്കൂടെ. അത് ഞങ്ങൾക്ക് അതന്നെ ഇഷ്ടം. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. എന്നാലും പക്ഷേ ഇവരുടെ സൈഡിൽ നിന്ന് എന്തായാലും പ്രോപ്പർ റെസ്പോൺസ് അറിയണം. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവരായിട്ട് അറ്റാച്ച് ഉണ്ടാവില്ല. മെയിൻ കാരണം ഇത് ഞങ്ങളിന്ന് മീഡിയയിൽ അയച്ച കാരണമാണ് എല്ലാവരും ഇത്രയും സപ്പോർട്ടായിട്ട് വന്നേക്കണേ. ഇല്ലെങ്കിൽ ഇത് ഒരാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പോലീസൊന്നും ഒരു സപ്പോർട്ടില്ല. സപ്പോർട്ടില്ല എന്ന് ഞാൻ പറയില്ല, FIR കൊടുത്തിട്ടുണ്ട്. അവരൊന്നും ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മീഡിയയ്ക്ക് എപ്പോൾ അറിയിച്ചു അപ്പോൾ എല്ലാവരും വന്നു, മാനേജ്മെന്റ് വന്നു, എല്ലാ ആൾക്കാരും വന്ന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിതിപ്പോൾ അറിയിക്കുന്നത് നിങ്ങളടുത്ത്. ഞങ്ങൾക്ക് ഇനി കുറച്ച് സപ്പോർട്ട് വേണം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ആൾക്കാർ വിടാൻ പാടില്ല. ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതേപോലെ ഇപ്പോൾ എൻ്റെ കുട്ടിയാണ്, വിരലാണ് പോയേക്കുന്നത്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾക്ക് അതാ വേണ്ടുള്ളൂ. ആർക്കും ഉണ്ടാവാനും പാടില്ല. പ്ലസ് ഇനി ഫ്യൂച്ചറിൽ ഇത് ഞങ്ങൾക്ക് ശരിയാവും വേണം. കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ശരിയായിട്ട് ഇവരാണ് റെസ്പോൺസിബിലിറ്റി ഫുള്ള് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 2 days ഇന്ന് നാളെയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവരെന്താ പറയണമെന്ന് നോക്കിയിട്ട് പോകാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ. ഫസ്റ്റ് ഞങ്ങൾക്ക് ഇത് അഴിച്ചിട്ട് എന്താണ് സംഭവം റിസൾട്ട് അറിയണം. കുട്ടിയുടെ കാര്യമാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇത് അറിയേണ്ടത്. അത് എങ്ങനെയാണ് ഇവർ നമ്മളിത് പറയുക, നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് കയറ്റോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മളുടെ ഇന്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ നാളെ കുട്ടീനെ ഒറ്റയ്ക്ക് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് വിടാൻ പറ്റില്ല. അതൊരു പേടിയുണ്ട്. ഇത്രയും അവർ കെയർലെസ് ആയിട്ട് നോക്കിയ ആൾക്കാർ നമുക്ക് ഇനി വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങനെ വിടുവോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾ അത് റിക്വസ്റ്റ് ചെയ്യാൻ പോകും. ഞങ്ങൾക്ക് ഒരു പേടി. ഇതേപോലെ ഞങ്ങളൊരു ഇഞ്ചക്ഷൻ ഇടാനാണ് പറഞ്ഞത്. പക്ഷേ അവർ കൈ വെട്ടിയിട്ട് വിരൽ വെട്ടിയിട്ടാണ് പുറത്തേക്ക് അയച്ചത്. ഇപ്പം ഞങ്ങൾക്ക് ആ പേടിയുണ്ട്. ഉള്ളിലേക്ക് തനിച്ച് വയ്ക്കാൻ ഞങ്ങൾ നാളെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളും ഒരാൾ ഒന്നല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ വൈഫ് പോയിക്കോളും. ഉള്ളിലേക്ക് പോയിട്ട് അവർ നോക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും പേടിയുണ്ട് മനസ്സിൽ. കുട്ടിക്ക് ഇനി ഇവരെന്തെങ്കിലും ചെയ്യോ, ഇവരിതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് വെക്കുമോ എന്നൊരു ഭയങ്കര പേടിയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ആ സംഭവമാണ്. കുട്ടി അത് അറ്റാച്ച് ആവോ, കുട്ടിക്ക് ഫ്യൂച്ചറിൽ ഇത് സെറ്റാക്കി കിട്ടുമോ എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് നാളെയാണ് അറിയാൻ പറ്റുള്ളൂ. റിസൾട്ട് അറിയണം എന്നുള്ളത് ഫസ്റ്റത്തെ കാര്യം. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഫുൾ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടണം. പിന്നെ ആഫ്റ്റർ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് നല്ലൊരു ഡോക്ടറെ കൊണ്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ ഇവർ തന്നെ ഇവിടുന്ന് റെഫറൽ എഴുതി ഫുൾ സമ്മറി തന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുള്ളൂ. ഇതാണ് ഇപ്പോൾ ഞങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ. കുട്ടിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ഫീഡ് ചെയ്തിട്ട് ആൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആള് ഹെൽത്ത് ഓക്കെയാണ്. ഹെൽത്ത് വൈസ് ആൾക്ക് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ കയ്യിൽ പ്ലാസ്റ്റർ ഒഴിച്ച് നമ്മളത് നന്നായിട്ട് കെയർ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള സംഭവം. പിന്നെ ആന്റിബയോട്ടിക് എടുക്കാനും കുട്ടി കുറച്ച് ടയർഡാണ്. എന്നേരം ഉറക്കാണ്. നോർമലി ന്യൂ ബോൺ ബേബീസ് എല്ലാവരും കുറച്ച് ഉറക്കാവും. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ ഉറക്കാണ്. ഫീഡ് ചെയ്യുമ്പോൾ മാത്രമേ കുട്ടി എണീക്കണുള്ളൂ. അത് മാത്രമല്ല ഞങ്ങൾക്കൊരു വിഷമം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഡിസ്ചാർജ് ആയി പോകേണ്ട ആൾക്കാരായിരുന്നു. ഞങ്ങൾ അത്രയും എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ മോർ ദാൻ 10 days ആയി. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഡിസ്ചാർജ് ആയി സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് ആലോചിച്ച ആൾക്കാരാണ്. ലാസ്റ്റ് ഇന്നലെ തന്നെ ഇവരിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ ഞങ്ങൾ ഹാപ്പിനെസ് എല്ലാം പോയി കിട്ടി. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ശരിയായി കിട്ടിയാൽ മതി. നാളെ പ്രതീക്ഷിച്ചിരിക്കരുത്. അറ്റാച്ച് ആയി അന്ന് ബ്ലഡ് ഫ്ലോ വന്ന് കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ട് സമാധാനമായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാന്ന് വെച്ചിട്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യം ഇനി ഇവിടെ നടക്കാൻ പാടില്ല. ഒരു കുട്ടികൾക്കും ആർക്കും ഒരു ഹ്യൂമൻസിനും ഒരു ജീവിതത്തിനും നടക്കാൻ പാടാത്ത ഒരു സംഭവമാണ്. നടക്കാനും പാടില്ല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യണത്. ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യണതും ഞങ്ങളുടെ ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ശരിക്കും ചെയ്യണം. വേറെ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് കറന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഡെലിവറി എടുത്ത ഡോക്ടർ അടക്കം നമ്മൾ പേര് പറയണം. ഡോക്ടർ സാറമ്മയുടെ അടക്കം കൂടെ നിന്ന മീഡിയയ്ക്കും റിപ്പോർട്ടർക്കും എല്ലാവർക്കും നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് വെച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ അറിയാത്തവരടക്കം കുട്ടിയുടെ കാര്യങ്ങൾ ഇപ്പൊ അന്വേഷിച്ച് വരുന്നുണ്ട്. അവരോടടക്കം നമുക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. അവർ കാരണം കൂടിയാണ് ഇപ്പൊ ഇത് നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് മീഡിയക്കാണ്. ഞങ്ങൾ ശരിക്കും ആരും സപ്പോർട്ട് ഇല്ലാണ്ട് ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇവരെ ഞങ്ങളെ ഇറക്കി വിടുവോ എന്നല്ല, ഒരു സപ്പോർട്ട് ഇല്ല, പേടിയായിരുന്നു.
സത്യമായിട്ട് ഞങ്ങൾക്ക് മീഡിയക്ക് ഞങ്ങൾ ബിഗ് താങ്ക്സ് ടു മീഡിയ. പിന്നെ പോലീസുകാർ സപ്പോർട്ട് ഇല്ലാതെ മാതൃഭൂമിയാണ് മെയിനായിട്ട് മാതൃഭൂമിയാണ് ഫസ്റ്റ് ന്യൂസ് ഞങ്ങൾക്ക് വേണ്ടി പുറത്തു വിട്ടത്. അവർ ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭയങ്കര താങ്ക്സ്. അവർ കാരണമാണ് എല്ലാ ന്യൂസ് സ്പ്രെഡ് ആയതും അത്യാവശ്യം ആൾക്കാർക്ക് എത്തിയതും. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു ഗുണമുണ്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി. അത്യാവശ്യം ഞങ്ങൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഞങ്ങൾക്ക് വിളിച്ചിട്ട് അവരുടെ സപ്പോർട്ടൊക്കെ കിട്ടാൻ തുടങ്ങി. അതൊക്കെ വലിയ കാര്യമാണ്. സോ ഭയങ്കര താങ്ക്സ്. അത് നന്നായി ഞങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. നാളെ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവരെ മൊഴി എടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ് തന്നിട്ടുള്ളത്. ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് വന്നിട്ട് എൻക്വയറിക്ക് വന്നിട്ടുണ്ടായിരുന്നു, മൊഴി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയുമ്പോഴാണ് ആള് പോലും അറിയണത്. പിന്നെ ഒരു തരത്തിലും പോലീസുകാർ ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങളോ മൊഴി എടുക്കലോ ഇത് ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും അന്വേഷിച്ച് ഇവിടെ ആരും വന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. അവരതെല്ലാം നോട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ആ ദിവസത്തെ ഡ്യൂട്ടി നേഴ്സ് ആരായിരുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. നാളെയാണ് നമുക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുള്ളൂ. ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം, വേറെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നൊക്കെ തന്നെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ച് നല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി ഡോക്ടറോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവിടെ പോയാലും കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഫ്രൈഡേ തന്നെയാണ് ഇത് പ്ലാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് എടുത്ത് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് കാര്യം. പിന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിന്റെ എല്ലാവിധ റെസ്പോൺസിബിലിറ്റി അതോടുകൂടി കഴിഞ്ഞു എന്ന് പറയും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു കുട്ടി ഇപ്പോൾ ഓക്കെ ആണോ, കുട്ടിയുടെ കറന്റ് സിറ്റുവേഷൻ എന്താ. മോൾ ഓക്കെ ആണ്, അതായത് കുട്ടി ഉറക്കം അതുപോലെ ഫീഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കയ്യിൽ ഇതുവരെ പ്ലാസ്റ്റർ ഇട്ടേക്കാണ്, അതായത് ഇവിടുന്ന് ഫുള്ള് കവർ ചെയ്തിട്ട് ഇതുവരെ പ്ലാസ്റ്റർ ഇട്ടേക്കാണ്. അപ്പൊ നാളെ അത് അഴിച്ചു നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അതിന്റെ അപ്ഡേറ്റ്സ് ഞങ്ങൾ എന്തായാലും നമ്മളെ കൂടെ നിന്ന് എല്ലാവരോടും പറയാതിരിക്കില്ല. പിന്നെ ഇതിന്റെ എന്തായിരിക്കും ആഫ്റ്റർ എഫക്ട് എന്നുള്ളത് നമുക്ക് അറിയാത്ത കാരണമാണ് ഒരുപാട് റെസ്പോൺസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരും കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടാകും കുട്ടിയുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടുണ്ട്, അത് കൈ ഒടിഞ്ഞിട്ടോ അങ്ങനെയൊന്നല്ല ഈ പ്ലാസ്റ്റർ ഇട്ടേക്കണത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഞ്ചക്ഷൻ IV കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞരമ്പിൽ കുത്തി കയറ്റിയിട്ട് കുത്തിണ്ടാവും, അതിൽ കൂടെ ഒരു ഇഞ്ചക്ഷൻ കയറ്റും. അപ്പോൾ ഒരു കോട്ടൺ ചുറ്റിണ്ടാവും. ആ കോട്ടൺ ആണ്, അല്ലാണ്ട് പ്ലാസ്റ്റർ ഒന്നല്ല, ജസ്റ്റ് ഒരു കോട്ടൺ ആണ്. ആ കോട്ടൺ ഫുൾ കവേർഡ് ആയിരുന്നു, കൈ ഫുൾ കവേർഡ് ആയിരുന്നു. അപ്പോൾ എന്താ ചെയ്തേക്കെന്ന് വെച്ചാൽ നേഴ്സ് ആ കോട്ടൺ വെട്ടൻ്റെ കൂടെ കൈ എടുത്ത് അങ്ങനെ വിരലും എടുത്ത് അവർ കട്ട് ചെയ്തു. അവരത് ശ്രദ്ധിക്കാണ്ട് ഒരു കാഷ്വൽ ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ അവർ വിട്ടേക്കുക. എന്നിട്ട് അവർ അത്രയും 5 മണിക്കൂർ കുട്ടീനെ അങ്ങനെ വിട്ടേക്കുക. അപ്പോൾ ഞങ്ങളടുത്ത് ഒന്നും പറഞ്ഞില്ല. ലാസ്റ്റ് 5:30 നടന്ന കാര്യം ഞങ്ങളടുത്ത് പറയുന്നത് 7 മണിക്ക് പറഞ്ഞിട്ടും ഇവർ അക്സെപ്റ്റ് ചെയ്യാണ്ട് ഞാൻ കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കാണ്ട് ഇവർ 9 മണി വരെ ഇത് ലാഗ് അടിച്ച് ഇവർ ആർഗ്യുമെന്റ് നടത്തി. എന്നിട്ട് ലാസ്റ്റ് ഞാൻ വേറെ വഴിയില്ലാണ്ട് 9 മണിക്ക് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇവർ ഓപ്പറേഷൻ നടത്തിയത്. സോ അതാണ് പറയുന്നത്, ഇത് പ്ലാസ്റ്റർ ഒന്നല്ല, കൈ ഒടിഞ്ഞിട്ടൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത ഇതാണ്. ഇഞ്ചക്ഷൻ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇഞ്ചക്ഷൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. ഇഞ്ചക്ഷൻ ഇവിടെ ഇങ്ങനെയാണ് കയറ്റുന്നത്. ബാക്കി എല്ലാ ഇഞ്ചക്ഷനും റൂമിൽ വന്ന് ചെയ്തിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ മാത്രം അവർ NICക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടാക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല, ഇവിടെ റൂമിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. അവർ ആ മടി കാരണം, ആ NIC ഇങ്ങോട്ട് വരേണ്ട ഒരു മടി കാരണം അവരെ കുട്ടീനെ അവിടെ കൊണ്ടുകൊടുത്തിട്ട് ചെയ്തതാണ്. ഇത് ഉണ്ടായിണ്ടാവില്ല, സംഭവം ഉണ്ടായിണ്ടാവില്ല. ഇന്നലെ ഞാൻ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകേണ്ട കാര്യമാണ്. പക്ഷേ എന്ത് പറയാം, ഞങ്ങൾ ബാഡിലൊക്കെ ഒക്കെ എങ്ങനെ ഉണ്ടായി, ഞങ്ങളെ ഫേറ്റ് കുട്ടിക്ക് ഉണ്ടാവണമെന്നുണ്ടാവും. എന്താ ചെയ്യാൻ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് മറച്ചു കളയാനും പറ്റില്ലല്ലോ, മാച്ചു കളയാനൊന്നും പറ്റില്ലല്ലോ. അതെന്തായി, എന്താ ചെയ്യാ. നമ്മൾ NICയിൽ കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സ് കുട്ടികൾ കരഞ്ഞു, അപ്പൊ ജസ്റ്റ് പോയി നോക്കും, അവരെ ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യും, ഡയപ്പർ മാറ്റണം ഡയപ്പർ മാറ്റും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ ഫോൺ എടുത്തിട്ട് സ്ക്രോളിംഗ് ആണ്, ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോളിംഗ് ആണ്. കാരണം ഫീഡ് ചെയ്യാൻ ഞാൻ ഉള്ളിൽ പോയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ ഒരു നേഴ്സ് ചെയ്യാണ്ട് കണ്ടിട്ടുള്ള എല്ലാ നേഴ്സുമാരെയും ഞാൻ പറയില്ല കേട്ടോ. അവർ ചെയ്യുന്ന സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ അത്രയും കെയർലെസ് ആണ്. അവർക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. കുട്ടികൾ എങ്ങനെ നോക്കണം, അവർക്ക് ആ കാര്യങ്ങൾ എല്ലാ കുട്ടികളും കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. അവരുടെ കാര്യം കഴിയണം, അവരവിടെ പോയിരിക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഇന്നൊരു കാര്യം നിങ്ങൾ വിചാരിക്കണം, നിങ്ങളെ കുട്ടീനെ അറിയാണ്ട് വീഡിയോ എടുക്കുക, അങ്ങനെ നല്ല കുട്ടി ഞങ്ങളുടെ മുന്നിൽ നിന്നൊക്കെ എടുക്കണം. ഞങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ട്. സോ അത് പ്രശ്നമൊന്നുമില്ല. കുട്ടി ഉറങ്ങുകയാണ്, അത് ആ ഗ്യാപ്പിൽ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വീഡിയോ ചെയ്തിട്ട് ഇടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കുട്ടി ഹാപ്പി ആയിട്ട് ഉറങ്ങുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വരും കുഴപ്പമൊന്നുമില്ല. നാളെ ഞങ്ങൾ എന്താണെന്ന് അറിയിക്കേണ്ടത്. എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ നിൽക്കണമെന്ന് ചോദിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയണം ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ ആർക്കും ഉണ്ടാവില്ല, ഒരു കുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് മെയിൻ ഇന്റൻഷൻ. പിന്നെ ഞങ്ങളുടെ കുട്ടിയുടെ കാര്യം ഇവർ ഫുള്ള് ശരിയാക്കി തരണം. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതൊക്കെ ചെയ്യണം. താങ്ക് യു.